നമ്മൾ ബോംബെയിൽ വന്നിട്ട് രണ്ടാമത്തെ ദിവസമാണ്. അപ്പോൾ രണ്ടാമത്തെ ദിവസം ജസ്റ്റ് ഒന്ന് പുറത്ത് ചെയ്യാൻ നോക്കി. ഇറ്റമ്പാട് വലിയൊരു ബോർഡ് ഉണ്ട്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന്. എന്നിട്ട് അതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. വീഡിയോ പോലീസ് പൊക്കി ഗൈസ്, പൊക്കി ഡിലീറ്റാക്കി. അങ്ങനെ കുറച്ച് മുമ്പിലോട്ട് വരുമ്പോൾ പാർക്കുണ്ട്. പിന്നെ പാർക്ക് നോക്കുമ്പോൾ ഫ്രീ ആയിട്ട് അലോഡില്ല സ്ഥലം. അപ്പം അത് ഗവൺമെൻറ്റിൻ്റെ ആണ്. അപ്പോൾ എല്ലാവരും ഉണ്ട്. അപ്പോൾ കുറച്ച് വൈകുന്നേരം സമയമാണ്. അപ്പോൾ അമ്മ അങ്ങോട്ടെല്ലാം പോയി, പിള്ളേരെല്ലാം കളിക്കാൻ പോയി. അങ്ങനെ നോക്കുമ്പോൾ കുറേ തൊട്ടിൽ ഊഞ്ഞാൽ വെറുതെ കിടക്കുന്നു. അപ്പം എന്താക്കി, നമ്മൾ കുട്ടിക്കാലം എല്ലാവർക്കും ഓർമ്മ വരുന്നില്ലേ, അതുപോലെ നമുക്കും ഓർമ്മ വന്നു ഗൈസ്. വെറുതെ പോയി അതിൽ കളിക്കാൻ പോകുമ്പോൾ ഫസ്റ്റ് ഒരു മുത്തശ്ശി വെയ്യെത്തി. പിന്നെ ഞാൻ ഒന്നും നോക്കിയിട്ടില്ല. അപ്പുറം നോക്കുമ്പോൾ വലിയ ഉപ്പ വരെ ആട് തൊട്ടിലാടുന്നുണ്ട്. പിന്നെ നമുക്കെന്താ ആടുന്നതിന്. ഞാൻ പോയി എന്തൊക്കെ നല്ല വാങ്ങൽ ഒരു പൊട്ടാത്ത നോക്കിയിട്ടെടുത്ത് എന്നിട്ട് ഞാൻ തൊട്ടിലാട്ടം ആരംഭിച്ചു. അതാണ് ഈ വീഡിയോ ഇങ്ങനെ റൗണ്ടായിട്ട് പോകുന്നത്. പിന്നെ കുറച്ച് എല്ലാ സൈഡിൽ നിന്നും നോക്കിയിട്ട് കുറേ പിള്ളേരെല്ലാം കളിക്കുന്നുണ്ട്, കുറേ ആൾക്കാർ ഫുഡ് കഴിക്കുന്നുണ്ട്, കുറേ ആൾക്കാർ സംസാരിക്കുന്നുണ്ട്. ഒരു വൈകുന്നേരം സമയവും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഫുൾ ആൾക്കാർ തന്നെയാണ്. ഒരു എന്താ വെച്ചാൽ ഒരു ട്രെയിൻ കീഴുന്ന സമയം തൊട്ട് ഭയങ്കര ആൾക്കാർ, ഒരു 4 മണി തൊട്ടേ ആൾക്കാരുണ്ടാവും. പിന്നെ വീഡിയോ എടുക്കാനൊന്നും സമയം കിട്ടലില്ല. കാരണം ഇവരെ വണ്ടി ഹോർണടിച്ച് അവിടെ വീഡിയോ എടുക്കാൻ സമയം കിട്ടലേ ഇല്ല. ഹോർണം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇവർക്ക്. പിന്നെ പിള്ളേരെല്ലാം ഓരോരോ കളിക്കുന്ന സ്ഥലത്ത് വെച്ചിട്ട് പിള്ളേരെല്ലാം കളിക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ കളിപ്പിച്ചിട്ട് പിന്നെ അവർ ഒരു സംഭവം ഇങ്ങനെ നല്ല പാങ്ങണ്ടായിരുന്നു കാണാൻ. ആ ബോംബെനെ കുറിച്ച് വലിയ അറിവൊന്നും ഇല്ലെങ്കിലും പക്ഷേ എവിടെ നോക്കിയാലും പോലീസ് ഉണ്ടാവും, എവിടെ നോക്കിയാലും വണ്ടി ഉണ്ടാവും. അതാണ് ബോംബെൻ്റെ പ്രത്യേകത. അല്ല ഞാൻ കണ്ട ബോംബെൻ്റെ പ്രത്യേകത 2 ദിവസം കൊണ്ട്. പിന്നെ കുറേ ബാങ്കുകളുണ്ട്. ബാങ്ക് എല്ലാ ബാങ്കും ഏതെന്നില്ല, എല്ലാ ബാങ്കും ഉണ്ട്. പക്ഷെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. വലിയ വലിയ ബിൽഡിങ്ങാണ്. അവിടെ ഇഷ്ടംമാതിരി പോലീസുണ്ട്. അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഫസ്റ്റ് ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ പോലീസ് പൊക്കി പിന്നെ ഡിലീറ്റ് ആപ്പിച്ച് പറഞ്ഞു. പിന്നെ യോന് പുതിയ കണ്ടുപിടുത്താലും നോക്കുന്നുണ്ട്. ജാറിയിട്ട് കണ്ടായിട്ട് ഞാനും ഒന്നിച്ചെന്ന് നിന്ന് യോനിക്ക് ഇതെല്ലാം കഴിയും. കാരണം മറ്റവരിൽ ചെറുതല്ല, അവർക്കൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ യോൻ്റെ ഓരോരോ വീഡിയോസ് എടുത്ത് വെച്ച് അങ്ങനെ കുറച്ച് മഗ്‌രിബിൻ്റെ സമയമായിട്ട് സന്ധ്യാസമയമായിട്ടിരുമ്പോൾ ആടുന്ന് കുറച്ചും കൂടി കുറച്ച് കളിക്കുന്ന സ്ഥലമെല്ലാം ആയതുകൊണ്ട് തന്നെ കുറേ ആൾക്കാർ കൂടുന്നതിനനുസരിച്ചിട്ട് ബുദ്ധിമുട്ടാണ്ടാന്നിട്ട് പോയി. ആടെ ഇത് പാർക്കിലൊരു ഒരു 8 മണി 9 മണി സമയം വരെ ആൾക്കാരുണ്ടാവും. അവിടെ നിന്ന് പോയി. യോനെല്ലാം നല്ല കുരുത്തക്കേടുണ്ട്, കുറച്ചൊന്നുമല്ല. ഇപ്പോൾ നോക്കുന്നത് പോലായി എന്ന് പറയുമ്പോൾ നോക്കുന്നത് പോലായി യോന്. അങ്ങനെ യോന് കുറച്ച് സമയം യോനെ കളിപ്പിച്ച് എന്നിട്ട് അവിടുന്ന് നേരെ സജ്ജാദ് തൊട്ടിലാകുന്നിടത്ത് പോയി. സജ്ജാദും കുറേ കളിച്ച് പിന്നെ അത്താവിനത് പനയായി. യോന് എനിക്ക് ഒരു സ്ഥലം കിട്ടിയ പിന്നെ പിടിയില്ല. അങ്ങനെ യോന് ഇതിനോട് 2-3 വട്ടം കളിച്ച് പിന്നെ അടുത്ത സ്ഥലങ്ങളെല്ലാം നോക്കി. എല്ലാവരും അവരവരായ തിരക്കിലാണ്, ആരും ശ്രദ്ധിക്കാനൊന്നുമില്ല. എല്ലാവരും അവർ തിരക്കിലാണ്. പിന്നെ അവിടെ വലിയൊരു കുളമുണ്ട്. ആ കാണുന്നതാണ് വലിയൊരു കുളം. ആ കുളത്തിൽ ഒരു 10-15 മോട്ടറുണ്ട്. ആ മോട്ടർ എന്തിന് ഉപയോഗിക്കുന്നത് അറിയില്ല. പക്ഷേ കുളത്തിൽ വെള്ളമില്ല. അത് ആഴത്ത് എടുക്കാൻ പറ്റുക. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയിട്ട് ബാക്കി ഫുഡ് വേണമെന്നൊന്നുമില്ല. എല്ലാവരും ഇങ്ങനെ വിന പിടിച്ചിട്ടാണുള്ളത്. പിന്നെ വിന പിടിച്ചിട്ട് ലാസ്റ്റ് എന്തോ ഇലയുടെയും കായ് വരിച്ചും തിന്ന്. പിന്നെ കടലക്കറിയും വേറെന്തോ സാധനം നമുക്ക് ഓർമ്മയില്ല, ഒരു അപ്പത്തിനെ പോലത്തെ ആ സാധനം തിന്ന്. റൂമിൽ വരുമ്പോഴേക്കും മുട്ട ആംബ്ലിങ് ഉപ്പ കൊണ്ടുവച്ചിട്ടുണ്ടായിന്. അത് തിന്ന് കിടന്നുറങ്ങി.